തലസ്ഥാന നഗരത്തിൽ വണ്ടിയെടുത്ത് വഴിയിലിറങ്ങുന്നവരും ഓട്ടോക്കാരും നേരത്തെ എവിടെയെങ്കിലും ചെന്നു പറ്റാമെന്ന് വിചാരിക്കുന്നവരും തലസ്ഥാനം തലയ്ക്കു ചുറ്റും ചുറ്റുമ്പോൾ ഒറ്റ കാര്യം ചോദിച്ചു പോകും: ഈ നഗരത്തിന് ഇതെന്തു പറ്റി എന്ന്. മിനിമം 3 കിലോമീറ്റർ അധികം ചുറ്റിയാലേ എത്തേണ്ടിടത്തെത്തൂ എന്നതാണ് നിലവിലത്തെ സ്ഥിതി. റോഡുകൾ കാലാകാലങ്ങളിൽ അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടത് അനിവാര്യമാണ്. ഇപ്പോഴത്തെ പ്രശ്നം ഏതാണ്ട് ഒരേ സമയത്ത് പല റോഡുകൾ വെട്ടിപ്പൊളിച്ചിട്ടിരിക്കുന്നു എന്നതാണ്. നഗരത്തിൽ ഏതാണ്ട് 30 റോഡുകളാണ് പൊളിച്ചിട്ടിരിക്കുന്നത്. രാവിലെ റിപ്പോർട്ടിങ്ങിന് ഇറങ്ങിയ അമൽ തേനമറമ്പിന്റെ ക്ലാസ് കമന്റ് നമുക്കൊന്ന് കേട്ടു തുടങ്ങാം. കാണുന്നത് ആ വലിയ വെള്ള കളർ അടിച്ച കെട്ടിടം സെക്രട്ടേറിയറ്റ്, അതിന് തൊട്ടു മുമ്പിൽ സ്റ്റാച്ചു ആണ്. ഇവിടെ നിന്നും ഏറ്റവും അടുത്ത പ്രധാനപ്പെട്ട മറ്റൊരു സ്ഥലമെന്ന് പറയുന്നത് ജനറൽ ഹോസ്പിറ്റലാണ്. അത് നമുക്ക് ഈ വഴിയാണ് കടന്നു പോകേണ്ടത്. ആ വഴി ഒന്ന് വേഗത്തിൽ എന്തെങ്കിലും നമ്മളെന്തെങ്കിലും ഒന്ന് തട്ടി വീണെന്തെങ്കിലും ഒരു പരിക്കൊക്കെ പറ്റിയൊന്ന് പെട്ടെന്ന് ആശുപത്രിയിലേക്ക് പോകണമെങ്കിൽ ഈ വഴി അങ്ങ് കടന്നു പോവുകയാണെങ്കിൽ അവിടെ ചെന്നാൽ ഒന്നെങ്കിൽ മോർച്ചറിയിലേക്ക് കയറാം, അല്ലെങ്കിൽ സർജറി വാർഡിലേക്ക് കയറാം. അങ്ങനെയുള്ള അവസ്ഥയാണ്. ഇതാണ് അവസ്ഥ. നാട്ടുകാർ പറയുന്നത് കൂടി ഒന്ന് കേട്ടു നോക്കാം. യാത്രാ ദുരിതത്തിൽപ്പെട്ടവർ, എന്താണിതെന്ന് കണ്ണു തള്ളുന്നവർ, ഉപജീവനം വഴിമുട്ടിയവർ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്തവർ. ബസ് അവിടെ വരെ ഉള്ളൂ, അതുകൊണ്ടാണ് ഇവിടെ വന്നിറങ്ങിയത്. വയലിൽ കൂടെ പോണേ കഷ്ടമായി പോയി. എളുപ്പത്തിലുള്ള വഴി ഇതായിരുന്നു, ഇതിപ്പോ ഇങ്ങനെ കിടക്കുകയാണ്. ഇനിയിപ്പോ ഏത് വഴിയാണ് പോണേ അറിയില്ല, നോക്കണം. ചേട്ടാ, എങ്ങനെയുണ്ട് വണ്ടി ഓടിച്ചു വന്നിട്ട്? ഭയങ്കര പാടാ, കുറെ നാളായി. ഇതിലെ സ്ഥിരം പോകുന്ന ആളാണ്? സ്ഥിരം പോകുന്നു. ആരും ഇങ്ങോട്ട് വരുന്നില്ല, അതാണ് സത്യം. നമ്മളെ ഭയങ്കര ക്രിസ്മസിന് ഭയങ്കര ഡള്ളായിരുന്നു. പിന്നെ ഇപ്പോഴും ആരും ഇങ്ങോട്ട്, ഈ റോഡിങ്ങനെ വെട്ടിപ്പൊളിച്ചിട്ടേക്കുന്നതുകൊണ്ട് ആരും ഇങ്ങോട്ട് ഇറങ്ങൂല, അതാണ് മെയിൻ കാര്യം. തൈക്കാട് ശാസ്താംകോവിൽ റോഡിലെ അവസ്ഥ ശരിക്കും കഷ്ടമാണ്. വീട്ടിൽ നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങൾ പുറത്തിറക്കാൻ കഴിയില്ല. പൊടിശല്യം രൂക്ഷമായതോടെ പ്രായമായവർ ഉൾപ്പെടെ ദുരിതത്തിലുമാണ്. അവിടെ ഇരിക്കുകയാണ്. ഈ കാർ എടുത്തിട്ട് തന്നെ 2 മാസം ബാറ്ററിയൊക്കെ ഡൗൺ ആവും, പിന്നെ കൂടെ സ്റ്റാർട്ട് ചെയ്ത് നിർത്തുകയാണ്. എന്ത് ചെയ്യാൻ? അവരടുത്ത് എഞ്ചിനീയേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞിട്ടും യാതൊരു ഇതുമില്ല. നമ്മളത് ചെയ്യണ്ടേ? നമ്മൾ 2 പേരേ ഉള്ളൂ അവിടെ, 2 പേരും സീനിയർ സിറ്റിസനാണ്. ആദ്യം അവർ ഒരു കുഞ്ഞു തടിയാണ് ഇട്ടിരുന്നത്. അപ്പോൾ അത് പിന്നെ പരാതിപ്പെട്ടിട്ട് വേറെ മാറ്റിയിട്ടത്. ഇപ്പം നോക്കി, ഇത് ഇങ്ങനെ ഇറങ്ങിയിട്ടൊക്കെ വയസ്സായവർ എന്താ ചെയ്യുന്നത്? നമ്മൾ പെട്ട് കിടക്കുകയാണ്, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. മാസങ്ങളായുള്ള ദുരിതത്തിന്റെ കണക്കൊക്കെ അവിടെ നിൽക്കട്ടെ. സീവേജ് പണിക്കായി റോഡ് പൊളിച്ചിട്ട് 7 വർഷമായൊരു സ്ഥലമുണ്ട് തലസ്ഥാനത്ത്. സീവേജ് പൂർത്തിയായപ്പോൾ റോഡ് കുളമായി. വർഷങ്ങളായി വെള്ളത്തിലും കരയിലുമായി ജീവിതം തള്ളി നീക്കുകയാണ് അരിശുമൂട് കരിമണൽ നിവാസികൾ. ഈസ്റ്റ്കോട്ടിൽ നിന്ന് കുഴിവള ബസ് സ്റ്റാൻഡ് ബസ് റൂട്ടുള്ള റോഡായിരുന്നു. ഇത് 7 വർഷം കൊണ്ട് ഈ ട്രെയിനിൻ്റെ പണിയും പറഞ്ഞുകൊണ്ട് ഈ അവസ്ഥയിൽ കിടക്കും. നിങ്ങളിത് കാണണം. ഇവിടെ നിന്ന് അറ്റം വരെ അരിശുമൂട് മുതൽ തമ്പുരാമുക്ക് വരെ ഇതാണ് അവസ്ഥ. ഇപ്പം നമ്മളൊരു 7 വർഷമായിട്ട് ഇവിടെ താമസിക്കുന്നുണ്ട്. ഇവിടെ ഭയങ്കര മോശമായിട്ടുള്ള സിറ്റുവേഷനാണ്. ഒരു 6 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്തുകൊണ്ടിരുന്ന വീട്ടിൻ്റെ അകം വരെ ഫുള്ള് വെള്ളമാണ്. എപ്പോൾ നോക്കിയാലും ഈ റോഡിൻ്റെ അവസ്ഥ ഇത് തന്നെ. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു മാറ്റം വരുന്നില്ല. കുറേ വർഷമായി എല്ലാ തവണ ഇലക്ഷൻ വരുമ്പോഴും നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്ന ഈ റോഡൊന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇത്രയും നാളായിട്ട് എത്ര പേര് മാറി വന്നിട്ട് ഈ റോഡ് ഇങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നമ്മളൊരു 3-4 വീടുകളാണ്. ഇവിടെ ഫുള്ള് റോഡ് മോശമായിട്ട് ഒരു ഹോസ്പിറ്റൽ കേസ് വന്നാൽ പോലും നമുക്ക് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. 3 ഇടങ്ങളിലെ ദുരിതക്കാഴ്ച പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞു എന്നേ ഉള്ളൂ. 30 ഇടങ്ങളിലും സമാനമാണ് അവസ്ഥ. ആയുഷ്കാലത്ത് റോഡ് പണി കാണാത്ത മനുഷ്യരൊന്നുമല്ല ഇതെന്തു പുകിലെന്ന് മൂക്കത്ത് വിരൽ വെക്കുന്നത്. ഡ്രെയിനേജുമായിട്ട് ബന്ധപ്പെട്ട പണി നമ്മളെ ശരിക്കും ബാധിച്ചു. ഇവിടെ ഇസ്കോണിൽ വരുന്ന ധാരാളം പേരിൽ കൂടുതലും വയസ്സായ ആൾക്കാരാണ്. അവർക്ക് വരാനും പോകാനും ഒക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. മിക്ക റോട്ടിലൊക്കെ വരാറുള്ളതുകൊണ്ട് അവർ താരയൊക്കെ ഇറക്കുന്നത്. അപ്പോൾ ഒത്തിരി ദൂരെയൊക്കെ നടന്നാണ് ഞങ്ങൾ കയറാറ്. ഇത് എത്ര നാളായി ഒരു റോഡ് ഇങ്ങനെ പൊളിക്കാൻ തുടങ്ങിയത്? കുറേ നാളായി. ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പോലെ തന്നെ ഇത് കയറാനൊന്നും പറ്റത്തുമില്ല. ഇവിടെ നിന്ന് നടന്ന് തന്നെ പോകണം. മുകളിലും ഇതാണ്.
ഇത് കുറേ നാളായിട്ട് ഭയങ്കര പ്രശ്നമാണ്. ആദ്യം അവിടെ തുടങ്ങിയത്, അവിടെ നിന്ന് തുടങ്ങി പിന്നെ ഈ റോഡ് ചെയ്ത് ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഭയങ്കര പാടാണ് വണ്ടി വരാൻ. ഈ കാലാവസ്ഥയ്ക്കും കൂടി ഈ പണി നടക്കുകയില്ല. ഇങ്ങനെയാണ് ഏറ്റവും കുറഞ്ഞൊരു 1.5 വർഷം കൊണ്ട് ഇവിടുത്തെ കച്ചവടക്കാരെല്ലാം ആത്മഹത്യ ചെയ്യേണ്ടി വരും. ആ ഒരു അവസ്ഥയിലാണ് മുന്നോട്ട് പോകുന്നത്. ഇതിലേക്കൂടെ നടക്കാനൊക്കെ ഭയങ്കര പാടുമാണ്. നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് താഴെ വരെ പോകാൻ തന്നെ ഭയങ്കര പാടാണ് ജോലിക്ക് കയറാൻ. ഇതുവഴി അങ്ങനെ പോകാൻ പറ്റില്ല മക്കളെ. ഒന്നാമത് കണ്ണൊന്നും കാഴ്ചയില്ല, BP-യും ഷുഗറും ഒക്കെ ഉള്ളത്. തന്നെ മക്കളെ ഡ്രെയിനേജ് പൊട്ടി നമ്മളെ വീട്ടിൻ്റെ നടയിൽ കൂടെയാണ് മക്കളെ ഒഴുകണത്. ഞങ്ങൾ യാത്ര ചെയ്തിട്ട് ഒരുപാട് നാളായി. ഒരു ചായ കുടിക്കാൻ വരാൻ നിവർത്തിയില്ല. ഞാൻ രാവിലെ ഇവിടെ പേപ്പർ എടുക്കാൻ വരും, ഞാൻ ഇപ്പോൾ വരില്ല. അങ്ങനെ വലിയ കുഴപ്പത്തിൽ കിടക്കുകയാണ് ഈ റോഡ്. ജനങ്ങൾക്കെല്ലാം വലിയ ബുദ്ധിമുട്ടാണ്. തലസ്ഥാന നഗരിയെ സ്മാർട്ടാക്കാനായി കൊണ്ടുവന്ന പദ്ധതിയാണ് സ്മാർട്ട് സിറ്റി. പക്ഷേ പദ്ധതിക്ക് വേണ്ടി പൊളിച്ചിട്ട റോഡുകൾ മാസങ്ങൾ കഴിഞ്ഞിട്ടും സ്മാർട്ടായിട്ടില്ല. തകർന്ന റോഡിലൂടെ ജനങ്ങൾ ദുരിതയാത്ര തുടരുകയാണ്. ഈ കാണുന്നത് തിരുവനന്തപുരം നഗരത്തിലെ ഒരു റോഡിലെ മാത്രം കാഴ്ചയല്ല. 40ഓളം റോഡുകളിൽ ഇതാണ് സ്ഥിതി. സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി നവീകരിക്കാൻ പദ്ധതിയിട്ട 40 റോഡുകളിൽ 17 എണ്ണം കഴിഞ്ഞ ജൂണിൽ വെട്ടിപ്പൊളിച്ചു. പക്ഷേ പണി പൂർത്തിയാക്കുന്നതിന് മുൻപ് തന്നെ കരാറുകാരുമായി നഗരസഭയും പൊതുമരാമത്ത് വകുപ്പ് മുടക്കായി. നിർമ്മാണം പാതി വഴിയിലിട്ട് കരാറുകാരൻ തടിതപ്പി. ഇതോടെ കരാറുകാരനെ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ നിന്നും പുറത്താക്കി 13 കോടി രൂപ നഷ്ടപരിഹാരം സർക്കാർ ഈടാക്കുകയും ചെയ്തു. നിർമ്മാണ കരാറുകാരൻ മാറിയതും വകുപ്പ് തലത്തിലെ കെടുകാര്യസ്ഥതയും മൂലം 430 കോടി രൂപ ചെലവഴിച്ചുള്ള പദ്ധതിയുടെ മുന്നോട്ട് പോക്കും അവതാളത്തിലായി. 2 മാസം മുൻപ് പുതിയ കരാറുകാരൻ നിർമ്മാണം ഏറ്റെടുത്തു. റോഡുകളെല്ലാം ഒന്നിച്ചു പൊളിച്ചതോടെയാണ് നാട്ടുകാരുടെ ജീവിതം നരകതുല്യമായത്. റോഡ് പണി മാർച്ചിനകം പൂർത്തിയാക്കുമെന്നാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ വിശദീകരണം. മിക്കയിടങ്ങളിലും ഗതാഗത ക്രമീകരണങ്ങളോ മുന്നറിയിപ്പോ ഇല്ലാതെയാണ് റോഡ് നിർമ്മാണം. രാവിലെ മുതൽ രാത്രി വരെയും രൂക്ഷമായ ഗതാഗതക്കുരുക്കാണ് തിരുവനന്തപുരം നഗരത്തിൽ അനുഭവപ്പെടുന്നത്. ഇനിയും ഈ ദുർഗതി നാട്ടുകാർ സഹിക്കണം. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. റോഡ് നിർമ്മാണം പൂർത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട് നഗരസഭയ്ക്കും സർക്കാരിനും കൃത്യമായ പദ്ധതികൾ ഉണ്ടായെന്ന് മേയർ ആര്യ രാജേന്ദ്രൻ പറഞ്ഞു. ഫെബ്രുവരിയിൽ അവസാനിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുണ്ട്. മാർച്ച് 24-നകം എല്ലാ റോഡുകളും മികച്ച രീതിയിൽ പൂർത്തീകരിക്കുമെന്നും മേയർ ജനങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. മാർച്ച് മാസത്തോടുകൂടി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ ജനുവരിയാണ്, ഒരു മാസത്തോടുകൂടി ഫെബ്രുവരി മാർച്ച് മാസം, ഇപ്പോൾ ലാസ്റ്റ് ഡേറ്റ് വന്നിരിക്കുന്നത് മാർച്ച് 24 എന്നുള്ള ഡേറ്റാണ്. ആ ഡേറ്റോടുകൂടി കംപ്ലീറ്റ് ചെയ്യാൻ ഇപ്പോൾ സ്മാർട്ട് സിറ്റിയുടെ വർക്കുകൾ മാർച്ച് 24 നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓരോ വർക്കിൻ്റെയും എക്സ്പെക്റ്റഡ് ഡേറ്റ് വേണമെങ്കിൽ ഞാൻ പറയാൻ തയ്യാറാണ്. പക്ഷേ ഏറ്റവും അവസാനത്തെ ഡേറ്റ് എന്ന് പറഞ്ഞാൽ മാർച്ച് 24 പ്രശ്നങ്ങളുള്ള സ്ഥലങ്ങളിൽ അടിയന്തരമായി ഇടപെടുന്നതിന് വേണ്ടി എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തിട്ടില്ല എന്നല്ല, എല്ലാ ഇടങ്ങളിലും ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ PWD തന്നെ, ഇത് KRFBയുടെ ചുമതലയുള്ള റോഡാണെങ്കിൽ പോലും PWD ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഈ വർക്കുകൾ മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടി സ്പെഷ്യലി ഡെപ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. മന്ത്രിയുടെ യോഗത്തിൽ വന്ന തീരുമാനമാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നതിന് വേണ്ടി, ഇതൊക്കെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതാണ്. റോഡിന്റെ ശോചനീയാവസ്ഥയിൽ കരാറുകാരെ വിമർശിച്ച പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ്. ജനങ്ങൾക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാ റോഡുകളുടെയും പണി വേഗത്തിൽ നടക്കുകയാണ്. മഴയ്ക്ക് മുൻപ് നിർമ്മാണം പൂർത്തിയാകുമെന്നും മന്ത്രിയുടെ ഉറപ്പ്. റോഡുകൾ ഒരു കരാറുകാരനായി, ഒറ്റ കരാറുകാരൻ, കേരളത്തിന് പുറത്തുള്ളൊരു കരാറുകാരൻ, വളരെ കാലത്തെ കരാറാണ്. പക്ഷേ അദ്ദേഹം അതിനകത്ത് ഒരു അയഞ്ഞ സമീപനമാണ്, നിരുത്തരവാദിത്വപരമായ സമീപനം സ്വീകരിച്ചു. അദ്ദേഹത്തെ നിരവധി തവണ വാൺ ചെയ്തു. പക്ഷേ ആ നിലപാട് തിരുത്താൻ വേണ്ടത്ര അദ്ദേഹം തയ്യാറായില്ല. എല്ലാ റോഡും ഒരാളിലാണ് ചുമതല ഏൽപ്പിക്കപ്പെട്ടത്. അങ്ങനെ അദ്ദേഹത്തെ ടെർമിനേറ്റ് ചെയ്യേണ്ടി വന്നു. വിവിധ റോഡുകളെ മുറിച്ച് വിവിധ ടെൻഡറാക്കി മാറ്റി. അങ്ങനെ വിവിധ ടെൻഡറുകളാക്കി മാറ്റി അതിൻ്റെ പ്രവൃത്തി നടക്കുന്നു. ആ മുറിച്ച് വിവിധ റോഡുകളാക്കി ടെൻഡർ ചെയ്താലേ ഇതിന് റിസൾട്ട് ഉണ്ടാവും. അതാണ് ഇപ്പോൾ കാണുന്നത്. എല്ലാ റോഡുകളിലും പണി നടക്കുന്നു. ചിലത് മാർച്ച് മാസം പൂർത്തീകരിക്കും, ചിലത് അത് കഴിഞ്ഞാൽ പൂർത്തീകരിക്കും. അതിങ്ങനെ ഒരു കർക്കശ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ്. സ്വാഭാവികമായിട്ടും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വിവിധ റോഡുകളുടെ പണി നടക്കുന്നത് കൊണ്ട് ചില പ്രയാസങ്ങളുണ്ട്. പക്ഷേ മഴക്കുമ്പ് പരമാവധി റോഡിൻ്റെ പ്രവൃത്തികൾ നടത്താതെ നിവർത്തിയില്ല. മഴക്കാലം വരുന്നതിന് മുമ്പ് നമുക്കത് പൂർത്തീകരിക്കാൻ പറ്റേണ്ടടുത്ത് പൂർത്തീകരിക്കണം. ചിലത് പരമാവധി നടത്താൻ പറ്റുന്നിടത്ത് നടത്താൻ പറ്റണം. അപ്പോൾ അതുകൊണ്ട് റോഡിൻ്റെ പ്രവൃത്തി നടക്കുകയാണത്. ജനങ്ങൾ പൊതുവെ അതിനോട് സഹകരിക്കുന്ന സമീപനമാണുള്ളത്.